നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ സകല നാഡീഞരമ്പുകളും വിറയ്ക്കുന്ന ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത്. ഒരേ സമയം 3 രാജ്യങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട് വലിയൊരു അതിക്രമമായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിക്കൊണ്ടിരുന്നത്. ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രയെ കൊലപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞതുമാണ്. അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനിടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് നീങ്ങവേ അടിയന്തര യോഗം വിളിച്ച് UN. സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ബുധനാഴ്ച നടക്കുമെന്ന് UN അറിയിച്ചു. പ്രാദേശിക സമയം രാവിലെ 10 മണിക്കാവും യോഗമുണ്ടാവുക. ഫ്രാൻസിന്റെയും ഇസ്രായേലിന്റെയും അഭ്യർത്ഥനയെ തുടർന്നാണ് UN യോഗം വിളിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷത്തെ അപലപിക്കുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിന് അവസാനം ഉണ്ടാവണം, വെടിനിർത്തൽ ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തെൽ അവീവിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 200-ലധികം മിസൈലുകളാണ് ഇറാൻ അയച്ചത്. ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഇറാന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ സേന തന്നെയാണ് മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ചിലയിടങ്ങളിൽ ആക്രമണം തടഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയെയും ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയെയും വധിച്ചതിനുള്ള തിരിച്ചടിയാണ് മിസൈൽ ആക്രമണമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ വിമാനത്താവളങ്ങൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്.